നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി നൽകുന്ന ഇംഗ്ലീഷ് ക്ലാസ്സിലെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് ഹാസ്, ഹാവ് ഇവയായിരുന്നു. ഹാസ്, ഹാവ് എന്നിവ ഉണ്ട് എന്നുള്ള അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന ഓക്സിലറി വെർബാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഡ് എന്ന പദമാണ്. ഹാസും ഹാവും സിംഗുലർ പ്ലൂറലായിട്ടുള്ള ഉപയോഗമായിരുന്നു. എന്നാൽ ഹാഡ് എന്നതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഉണ്ടായിരുന്നു. ഈ ഉണ്ടായിരുന്നു എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിൽ സിംഗുലർ പ്ലൂറൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിൻ്റെയും കൂടെ ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുക. അതാണ് ഇതിലുള്ള ഒരു സുഖം. നേരെ മറിച്ച് ഹാസും ഹാവൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സിംഗുലർ ഏതാണ് പ്ലൂറൽ ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണമായിരുന്നു നമുക്കത് ഉപയോഗിക്കാൻ. ഹാഡിൻ്റെ വിഷയത്തിൽ ആ പ്രശ്നമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ക്ലാസ് കംപ്ലീറ്റ് ആക്കാൻ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഈ ഉദാഹരണം വലിയ സെൻറ്റൻസുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹാഡ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. ഈ സെൻറ്റൻസുകളാണ് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. സെൻറ്റൻസുകളുടെ കൂടെ ആ സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മറ്റ് പല വെർബുകളും ഉണ്ടായിരിക്കും. അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതില്ല. അത് പദങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാനുള്ള സെഷൻ വേറെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആണ് നമ്മൾ ഈ ഹാസ്, ഹാഡ്, ദെർ ഈസ്, ദെർ ആർ, ദെർ വേർ അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസസ്, അതിൻ്റെ ക്വസ്റ്റ്യൻ രൂപം എല്ലാം നോക്കുന്നത്. ഇനി ഒരുപാട് നമുക്ക് ഈ മേഖലയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഉദാഹരണങ്ങൾ പറയുന്ന സമയത്ത് പല ഉദാഹരണങ്ങളുണ്ടാകും. അത് നിങ്ങൾ അതിൻ്റെ വിഷയത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നല്ല ഉദാഹരണങ്ങൾ വേറെ ഉണ്ടാകും. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ പഠിക്കുന്ന സമയത്ത് ഹാഡ് പഠിക്കുന്ന സമയത്ത് ഹാഡുമായി ബന്ധപ്പെട്ട ആ ഉദാഹരണങ്ങളാണ് നോക്കേണ്ടത്. അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ പല പദങ്ങൾ വരും. ആ പദങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ. ബിഫോർ ദി സ്റ്റോം, കൊടുങ്കാറ്റിന് മുമ്പ്. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ്, കൊടുങ്കാറ്റ് വരും മുമ്പ് എന്നർത്ഥം. സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. അപ്പോൾ കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പ് ഷീ ഹാഡ്, അവൾക്കുണ്ടായിരുന്നു എ പിക്നിക്, ഒരു പിക്നിക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിക്നിക് എന്ന് പറഞ്ഞാൽ ഉല്ലാസയാത്ര എന്നർത്ഥം. അതുപോലെ ഷീ ഹാഡ് എ കാർ ആക്സിഡൻറ്റ്, അവൾക്കൊരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം. ബിഫോർ ദി മീറ്റിംഗ്, മീറ്റിങ്ങിന് മുമ്പ് ദേ ഹാഡ്, അവർക്കുണ്ടായിരുന്നു എ പ്രൊഡക്റ്റീവ് ഡിസ്കഷൻ, ഒരു ലാഭകരമായ ഡിസ്കഷൻ. ഷീ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, അവൾക്കൊരു സുന്ദരമായ ഗാർഡൻ ഉണ്ടായിരുന്നു. ബിഫോർ ദി ഫ്രോസ്റ്റ്, ശൈത്യത്തിന് മുമ്പ്, തണുപ്പ് കാലം വരുന്ന മുമ്പ് അവൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഉണ്ടായിരുന്നു അർത്ഥം. ഫ്രോസ്റ്റ് എന്നാൽ ശൈത്യം എന്നർത്ഥം. ഇനി ബിഫോർ ദി ഫ്ലൈറ്റ്, ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വിമാനം എന്നുള്ള അർത്ഥമുണ്ട്, പറക്കുക എന്നർത്ഥമുണ്ട്, പോകുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ബിഫോർ ദി ഫ്ലൈറ്റ്, പോകുന്നതിന് മുമ്പ് ഹീ ഹാഡ്, അവനക്കുണ്ടായിരുന്നു എ വാലിഡ് പാസ്പോർട്ട്, ഒരു വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട്. അതുപോലെ ഹീ ഹാഡ് എ സക്സസ്ഫുൾ ബിസിനസ്, അവനക്കൊരു വിജയകരമായ ബിസിനസ് ഉണ്ടായിരുന്നു. സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ വിജയകരമായ എന്നർത്ഥം. അതുപോലെ ദേ ഹാഡ് എ ഫാമിലി റീയൂണിയൻ, ദേ ഹാഡ്, അവർക്കുണ്ടായിരുന്നു എ ഫാമിലി റീയൂണിയൻ ഉണ്ടായിരുന്നു. എല്ലാ ഫാമിലിയിലത്തെ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന പരിപാടിക്കാണ് യൂണിയൻ എന്ന് പറയാം. റീയൂണിയൻ, വീണ്ടും ഒരു യൂണിയൻ ഉണ്ടായതാണ് ലാസ്റ്റ് സമ്മർ, കഴിഞ്ഞ സമ്മറിൽ. ഇനി ദേ ഹാഡ് VIP ടിക്കറ്റ്സ്, അവർക്ക് VIP ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഹീ ഹാഡ് എ സേവിങ്സ് അക്കൗണ്ട്, അവനക്കൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ മൈഗ്രെയിൻ, അവൾക്കൊരു മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അസുഖമാണല്ലോ. ബിഫോർ ദി എക്സാം, പരീക്ഷയ്ക്ക് മുമ്പായിട്ട്. ഇനി ബിഫോർ ദി റിനോവേഷൻ എന്ന് പറഞ്ഞാൽ പുതുക്കി പണിയാന്നർത്ഥം, നവീകരണം എന്നൊക്കെ പറയും. പുതുക്കി പണിയുന്നതിന് മുമ്പ് ദ ഹൗസ് ഹാഡ് എ വിൻറ്റേജ് ചാം, ദ ഹൗസ്, വീടിന് ഹാഡ് ഉണ്ടായിരുന്നു എ വിൻറ്റേജ് ചാം, ഒരു വിൻറ്റേജ് സൗന്ദര്യം ഉണ്ടായിരുന്നു. വിൻറ്റേജ് എന്ന് പറഞ്ഞാൽ പഴയ ലുക്ക് എന്നർത്ഥം. ചാം എന്ന് പറഞ്ഞൊരു വശ്യത, മനോഹാരിത എന്നൊക്കെ അർത്ഥം, സൗന്ദര്യം എന്നൊക്കെ അർത്ഥം വെക്കാം. ദ ഹാഡ് എ റിസർവേഷൻ, അവർക്കൊരു റിസർവേഷൻ ഉണ്ടായിരുന്നു. ദ ഹാഡ്, അവർക്കുണ്ടായിരുന്നു എ റിസർവേഷൻ, ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നു അറ്റ് ദി റെസ്റ്റോറൻറ്റിൽ. ഹീ ഹാഡ് എ ബാഡ് ഡേ, അവനക്കൊരു ബാഡ് ഡേ ഉണ്ടായിരുന്നു, മോശമായ ദിവസം ഉണ്ടായിരുന്നു.
ബിഫോർ ദി സർപ്രൈസ് പാർട്ടിക്ക് മുമ്പായിട്ട്. ഷീ ഹാഡ് അവൾക്കുണ്ടായിരുന്നു എ ഫുൾ ഷെഡ്യൂൾ, പരിപൂർണമായ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ബിഫോർ ദി വെക്കേഷന് മുമ്പായിട്ട്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം തീരുമാനിച്ച് വെക്കുന്നതിനാണ് ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറയും. ഇനി ബിഫോർ ദി ഗ്രാജുവേഷന് മുമ്പ്, ഡിഗ്രിക്ക് മുമ്പ് എന്നർത്ഥം. ഹി ഹാഡ് എ ഡിഗ്രി ഇൻ എൻജിനീയറിംഗ്. ഹി ഹാഡ് എ ഡിഗ്രി, അവനക്കൊരു ഡിഗ്രി ഉണ്ടായിരുന്നു. ഇൻ എൻജിനീയറിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിരുന്നു. ദ മ്യൂസിയത്തിനുണ്ടായിരുന്നു എ ന്യൂ എക്സിബിഷൻ, ഒരു പുതിയ പ്രദർശനം ഉണ്ടായിരുന്നു എന്നർത്ഥം. ദ ഹാഡ് അവർക്കുണ്ടായിരുന്നു എ കോസി, ഒരു കോസി എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ എന്നർത്ഥം. കോസി എന്ന് പല അർത്ഥമുണ്ട്. ഇവിടെ സുരക്ഷിതമായ ഫയർ പ്ലേസ് എന്ന് പറഞ്ഞാൽ നെരിപ്പോട് എന്നൊക്കെ പറയും. അതായത് തീ കായാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനത്തിനാണ് നെരിപ്പോട് എന്ന് പറയാം. ഇതിനാണ് ഫയർ പ്ലേസ്. അപ്പോൾ സുരക്ഷിതമായൊരു ഫയർ പ്ലേസ് ഉണ്ടായിരുന്നു ഇൻ ദെയർ ലിവിങ് റൂം, അവരുടെ ലിവിങ് റൂമിൽ. ബിഫോർ ദി സെയിൽ, വിൽപ്പനക്ക് മുമ്പ്, ദ സ്റ്റോറിൽ ഉണ്ടായിരുന്നു എ ക്ലിയറൻസ് ഇവൻറ്റ്, ഒരു വിറ്റ് കാലിയാക്കൽ പരിപാടി. ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ക്ലിയറൻസ് എന്നൊക്കെ പറയാം, സ്റ്റോക്ക് തീർക്കുക എന്നൊക്കെ അർത്ഥം. ക്ലിയറൻസ് എന്നാൽ ക്ലിയർ ആക്കുക, തീർക്കുക എന്നർത്ഥം. അപ്പോൾ തീർക്കുന്ന ഒരു ഇവൻറ്റ് എന്ന പരിപാടി ഉണ്ടായിരുന്നു എന്നർത്ഥം. പരിപാടി. ബിഫോർ ദി വെഡ്ഡിങ്ങിന് മുമ്പ് ദേ ഹാഡ് അവർക്കുണ്ടായിരുന്നു എ റൊമാൻറ്റിക് എൻഗേജ്മെൻറ്റ്, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് അവൾക്കുണ്ടായിരുന്നു എ പെറ്റ് ക്യാറ്റ്, ഒരു പെറ്റ് ക്യാറ്റ് ഉണ്ടായിരുന്നു, പെറ്റ് വളർത്തുന്ന ക്യാറ്റ്. ബിഫോർ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അഡോപ്റ്റ് ചെയ്യുക എന്നാൽ ദത്തെടുക്കുക, ഒരു ഡോഗിനെ. അതുപോലെ ഷീ ഹാഡ് എ ന്യൂ ഫോൺ, അവൾക്കൊരു പുതിയ ഫോൺ ഉണ്ടായിരുന്നു. ബിഫോർ ദി ഡയഗ്നോസിസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ രോഗനിർണയ കേന്ദ്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഡയഗ്നോസിസ് സെൻറ്റർ. അപ്പോൾ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയത്തിന് മുമ്പ് ഹീ ഹാഡ് എ പേഴ്സിസ്റ്റൻറ്റ് കഫ് എന്നാണ് അത് വായിക്കുക. ഹീ ഹാഡ് അവനക്കുണ്ടായിരുന്നു എ പേഴ്സിസ്റ്റൻറ്റ്, ഒരു സ്ഥിരമായിട്ടുണ്ടാകുന്ന ചുമ ഉണ്ടായിരുന്നു. അതുപോലെ ഷീ ഹാഡ് എ ലൈബ്രറി ഓഫ് ബുക്സ്, അവൾക്കുണ്ടായിരുന്നു എ ലൈബ്രറി ഉണ്ടായിരുന്നു ഓഫ് ബുക്സ്, പുസ്തകങ്ങളുടെ ഒരു ലൈബ്രറി. ബിഫോർ മൂവ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് പോകുന്നതിന് മുമ്പ്, എടുക്കോ പോവുകയാണ്, അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ദ ഹാഡ് അവർക്കുണ്ടായിരുന്നു എ സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. അതുപോലെ ഹി ഹാഡ് എ പാഷൻ, അവൻക്കൊരു പാഷൻ ഉണ്ടായിരുന്നു ഫോർ ഫോട്ടോഗ്രഫിയോട്. ബിഫോർ ബൈയിങ് വാങ്ങുന്നതിന് മുമ്പ് ഒരു ക്യാമറ. ദേ ഹാഡ് എ ബാർബിക്യൂ, അവർക്കൊരു ബാർബിക്യൂ ഉണ്ടായിരുന്നു. ബാർബിക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചിയൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനത്തിനാണ് ബാർബിക്യൂ എന്ന് പറയാം, പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇൻ ദ ബാക്ക് യാർഡിൽ. അപ്പോൾ അവർക്കൊരു ബാർബിക്യൂ ഉണ്ടായിരുന്നു ബാക്ക് യാർഡിൽ. ഇനി ദേ ഹാഡ് എ ഡീറ്റെയിൽഡ് പ്ലാൻ, അവർക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, വിശദമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇനി ഹി ഹാഡ് എ കളക്ഷൻ ഓഫ് ആൻറ്റിക് വാച്ചസ്, അവനക്ക് ആൻറ്റിക് വാച്ചസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഷീ ഹാഡ് എ പെറ്റ് പാരറ്റ്, അവൾക്കൊരു പെറ്റ് പാരറ്റ് ഉണ്ടായിരുന്നു. പാരറ്റ് എന്നാൽ തത്ത. അതുപോലെ പാരറ്റ് ഉണ്ടായിരുന്നു. ബിഫോർ ഗെറ്റിംഗ് എ ഹാംസ്റ്റർ, ഒരു ഹാംസ്റ്റർ കിട്ടുന്നതിന് മുമ്പ് എ ഹാംസ്റ്റർ എന്ന് പറഞ്ഞാൽ എലിവർഗത്തിൽപ്പെട്ടൊരു പെറ്റാണ്, എലികളുടെ രൂപത്തിലെ ചെറിയ പെറ്റ്. ഇനി ബിഫോർ ദി ഫെസ്റ്റിവലിന് മുമ്പ്, ആഘോഷത്തിന് മുമ്പ്, ഉത്സവത്തിന് മുമ്പ് എന്നൊക്കെ പറയാം. ദേ ഹാഡ് എ കളർഫുൾ ബാനർ, അവർക്കുണ്ടായിരുന്നു എ കളർഫുൾ, ഒരു നല്ല വർണ്ണം ശബളിമായുള്ള ബാനർ ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ ജിം മെമ്പർഷിപ്പ്, അവനക്കൊരു ജിമ്മിലെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ബിഫോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എ ഫിറ്റ്നസ് റൊട്ടീൻ, ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ശരീരം ഫിറ്റാക്കുന്ന സംഭവമാണ്. റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ദിനചര്യ എന്നർത്ഥം, റൊട്ടീൻ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ ടാസ്ക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഞാൻ വായിക്കാം. ദേ ഹാഡ് എ ഡെലീഷ്യസ് കേക്ക് ബിഫോർ ദി പാർട്ടി. ഹി ഹാഡ് എ സ്റ്റഡി ഗ്രൂപ്പ്. ഷീ ഹാഡ് എ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ബിഫോർ ട്രൈങ് എ ന്യൂ വൺ. ഷീ ഹാഡ് എ ഡിഗ്രി ഇൻ സൈക്കോളജി. ഹി ഹാഡ് എ ഡെൻ്റൽ ചെക്കപ്പ് ബിഫോർ ദി ടൂത്ത്. അതുപോലെ ബിഫോർ ദി മാരത്തോൺ ദേ ഹാഡ് പ്രോപ്പർ റണ്ണിങ് ഷൂസ്. ദേ ഹാഡ് എ ഫാമിലി ഫോട്ടോ ബിഫോർ ദി റിയൂണിയൻ. ഈ പദങ്ങളൊക്കെ നിങ്ങൾ കിട്ടാത്തതൊക്കെ ഓളം ഡിക്ഷണറി നോക്കിയിട്ട് കണ്ടെത്തുക, എന്നിട്ട് പഠിക്കുക. ബട്ട് ഹാഡുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇവിടെ പരിപൂർണമായി. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ദർ ഈസ്, ദർ ആർ, അതുപോലെ ദർ വാസ്, ദർ വേർ,
ഹാസ്, ഹാഡ്, ഹാവ് ഇതിൻ്റെയൊക്കെ നെഗറ്റീവായ രൂപങ്ങൾ, പോസിറ്റീവായ രൂപങ്ങളാണ് ഇതുവരെ പഠിച്ചത്. നെഗറ്റീവായ രൂപങ്ങൾ, അതുപോലെ പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, ഇതെല്ലാം പഠിക്കാൻ ഇനി ബാക്കിയാണ്. അതൊക്കെ ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകളോടുകൂടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആകും. അതിനുശേഷം നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനി വരാൻ കിടക്കുന്നത്. ഈ പാർട്സ് ഓഫ് സ്പീച്ച് നടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാം നിങ്ങൾക്ക് നടക്കുന്നു. ആ എക്സാമിന് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതുവരെ നടന്ന കംപ്ലീറ്റ് ക്ലാസ്സുകൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം ആ എക്സാമിൽ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.